അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ 23 വർഷക്കാല നബുവത്തിൽ ഏറ്റവും ഒടുവിലായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ അവതരിപ്പിച്ച ഒരു ആയത്തുണ്ട്. ആദ്യം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങി നീണ്ട 23 വർഷക്കാലം കൊണ്ട് ത്യാഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടുമെല്ലാം അല്ലാഹു വിശുദ്ധ ഖുർആൻ പൂർത്തിയാക്കുന്നുണ്ട്. അതിലേറ്റവും ഒടുവിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കുന്ന ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ശ്രദ്ധിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവാൻ വേണ്ടി പറയുന്ന ഒരു വാക്യം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. മനുഷ്യ സമുദായമേ, മനുഷ്യരെ, വത്തഖൂ യൗമൻ, നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിച്ചേക്കണേ. ഏതാണ് ആ ഒരു ദിവസം? തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ഒരു ദിവസത്തെ, ഭയാനകമായിട്ടുള്ള ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഒടുവിലായിക്കൊണ്ട് പ്രവാചകനിലൂടെ ഈ ഉമ്മത്തിന് വേണ്ടി പഠിപ്പിച്ചൊരു വാക്യമാണ് ഈ പറയുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏതൊരു സന്ദർഭം, ഏതൊരു സമയവും നമുക്ക് അനുയോജ്യമായി ഈ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്നാൽ മരണമെത്തുന്ന സന്ദർഭം, മരണം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമതൊന്ന് തിരുത്തുവാനോ, ജീവിതത്തിൽ വിട്ടുപോയിട്ടുള്ള അമലുകൾ ചെയ്തു വെക്കാനോ, ജീവിതത്തിൽ വിട്ടുപോയിട്ടുള്ള ദാനധർമ്മങ്ങൾ ചെയ്തു വെക്കാനോ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതൊരു അവസരം നൽകുകയില്ല. അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഇടങ്ങളിൽ, വ്യത്യസ്തമായിട്ടുള്ള സന്ദർഭങ്ങളിൽ മനുഷ്യരെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ഏതെല്ലാമാണോ, നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ കഴിയുന്ന നന്മകൾ ഏതൊക്കെയാണോ, എന്തിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വിട്ടുപിരിയാൻ എന്തിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അകന്നു നിൽക്കാൻ കഴിയുമോ, അങ്ങനെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും കഴിയുന്ന നന്മകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉപദേശിക്കുന്നുണ്ട്. വത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്നത് എത്രയാണോ നിങ്ങൾ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ പരസ്യ ജീവിതമായിക്കൊള്ളട്ടെ, രഹസ്യ ജീവിതമായിക്കൊള്ളട്ടെ, അങ്ങനെ ഏതൊരു സന്ദർഭത്തിലും, ഏതൊരു സമയത്തും, ഏതൊരു അവസ്ഥയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യമായും പരസ്യമായിക്കൊണ്ടും നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ചില ആളുകൾ കാണും എന്നതുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുകയോ, ആളുകളെല്ലാം വിട്ടകന്നാൽ ആ തിന്മയിൽ വ്യാപൃതനാകാൻ തുനിയുന്ന ഒരു ഘട്ടം, ഒരു സാഹചര്യം മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വന്നുകൂടാ. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യരെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിട്ടുള്ള, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ആ റിസ്കിൽ നിന്ന് മരണമെത്തുന്നതിന് മുമ്പേ നിങ്ങൾ ആളുകൾക്ക് നൽകിക്കൊണ്ട് ആ നന്മയിൽ മുന്നേറുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വത്തഖൂ വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ൽ അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുക, നിങ്ങൾ നൽകുക, മിമ്മാ റസഖനാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ നൽകുക. എന്തിനു മുന്നേ ആയിക്കൊണ്ട് അയ്യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിലേക്ക് മരണം പിടിപെടുന്നതിന് മുമ്പ്, ഈ ലോകത്ത് നിന്ന് എല്ലാതും ഉപേക്ഷിച്ചുകൊണ്ട് യാത്രയാകുന്ന ആ ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ കഴിയുന്നത് നൽകുക, കഴിയുന്ന നന്മകളെല്ലാം ചെയ്തു വെക്കുക. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓർമ്മിപ്പിച്ച, നമുക്ക് പറഞ്ഞു തന്ന ആ മരണത്തെ നിരന്തരം നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം സ്മരിക്കേണ്ടതുണ്ട്, ഓർമ്മിക്കേണ്ടതുണ്ട്. എല്ലാവിധ സുഖ സൗകര്യങ്ങളെയും, എല്ലാവിധ അനുഗ്രഹങ്ങളെയും, എല്ലാവിധ സാഹചര്യങ്ങളെയും എല്ലാം വിട്ടുപേക്ഷിച്ചു പോകേണ്ടുന്ന ആ മരണത്തെ നിങ്ങൾ ധാരാളമായി കൊണ്ട് ഓർക്കണമെന്ന്
അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത്, മരണത്തിൽ നിങ്ങൾ ധാരാളമായി ഓർക്കണേ എന്ന്. എന്നിട്ട് ചെയ്തു വെക്കാനുള്ളത് എന്താണോ, എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം തിരുത്തലുകളും മാറ്റങ്ങളും ചെയ്തു വെക്കാൻ എന്തൊക്കെയാണുള്ളത്, മരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്തു വെക്കുക. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ട് പറയുന്നു, എടാ നിങ്ങൾക്ക് അവസാനം ആ റൂഹ് പിടിപ്പെടുന്ന സമയം നിങ്ങൾക്ക് വന്നെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആ സന്ദർഭത്തിൽ പറയും, ഫയഖൂൽ റബ്ബി ലൗലാ അഖർതനി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ വിട്ടുപേക്ഷിച്ചു പോയിട്ടുള്ള നമസ്കാരം, ഞാൻ ഉപേക്ഷിച്ചു പോയിട്ടുള്ള ദാനധർമ്മങ്ങൾ, സകാത്ത്, അങ്ങനെ നന്മകൾ രണ്ടാമതും ചെയ്യുന്നതിന് വേണ്ടി ഒരവസരം അല്ലാഹു എനിക്ക് തന്നിരുന്നെങ്കിൽ, അല്പം കൂടെ അല്ലാഹു എനിക്കൊന്ന് നീട്ടി തന്നിരുന്നെങ്കിൽ, ഞാൻ ഏതെല്ലാം തിന്മകളാണോ എന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്, ഞാൻ എന്തെല്ലാമുള്ള തോന്നിവാസങ്ങളാണ് ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്, ആ ചെയ്തു വെച്ച തോന്നിവാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹുവിലേക്ക് ഒന്ന് ഖേദിച്ചു മടങ്ങാൻ അതിനൊക്കെ ഒരു അവസരമായിക്കൊണ്ട് രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു മടക്കം തന്നിരുന്നെങ്കിൽ ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ തീർച്ചയായും അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും, ഞാൻ തീർച്ചയായും നന്മകൾ നിറഞ്ഞ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ വാക്കുകളായിക്കൊണ്ട്, അവന്റെ മരണം പിടിപ്പെടുന്ന ഒരു ഘട്ടത്തിലായിക്കൊണ്ട് മനുഷ്യൻ പറയുന്നതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. നമ്മൾ മരിക്കുന്നതിന് മുമ്പേ മാറ്റേണ്ടതും തിരുത്തേണ്ടതും നമ്മൾ തിരുത്തിക്കൊണ്ട് റെഡിയാകണം. അവസാനമാകട്ടെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രായമാകുമ്പോഴാണ് മരിക്കുക എന്നുള്ള ഒരു ധാരണയൊന്നും വേണ്ട. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്നവർ ഇന്ന് എത്ര പേരാണ് നമ്മുടെ കൂടെയുള്ളത്? ആരോഗ്യപൂർണമായിട്ടുള്ള ആളുകൾ പലരും നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയി. ഇനി അടുത്തൊരു ദിവസത്തേക്ക് നമ്മൾ ബാക്കി ഉണ്ടാവുമോ എന്നറിയില്ല. അതുകൊണ്ട് തിരുത്തേണ്ടുന്നതും മാറ്റേണ്ടതും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും പ്രവർത്തനങ്ങളും ഇനിയും വൈകിക്കൂടാ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനും അവന്റെ അവധിയെ നീട്ടിക്കൊടുക്കുകയില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, മരണം എത്തിക്കഴിഞ്ഞാൽ ഒരു സമയം, ഒരൽപ്പം മനുഷ്യൻ എത്രമാത്രം അല്ലാഹുവിനോട് യാചിച്ചാലും, എത്രമാത്രം അല്ലാഹുവിനോട് താഴ്ന്നുകൊണ്ട് ചോദിച്ചാലും, എത്രമാത്രം അല്ലാഹുവിനോട് കരഞ്ഞപേക്ഷിച്ചാലും, വലൻ യുഅഖിറല്ലാഹ്, അല്ലാഹു ഒരു മനുഷ്യന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ യാതൊരു തരത്തിലും ഒരു മനുഷ്യന് സമയം നീട്ടിക്കൊടുക്കുകയോ മാറ്റിക്കൊടുക്കുകയോ ചെയ്യുകയില്ല. എന്റെ പ്രിയമുള്ളവരെ, മരണം സംഭവിച്ച് നാം എത്തപ്പെടാനുള്ള ഒരു മഹാലോകമാണ് ഖബർ ലോകം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വല്ലാതെ കരയുമായിരുന്നു. ഖബറിനെ കേൾക്കുമ്പോൾ വല്ലാതെ കരയുമായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിനെയൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ കരയുമായിരുന്നു. അപ്പൊ സഹാബിമാര് ചോദിച്ചു, അല്ലേ ഉസ്മാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തെ പറ്റി പറയാറുണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ പറ്റി പറയാറുണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോക വിചാരണ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടെല്ലാം അല്ലാഹുവിന്റെ റസൂൽ പറയാറുണ്ടല്ലോ. പക്ഷെ അതൊന്നും കേൾക്കുമ്പോൾ താങ്കൾ ഇങ്ങനെയൊന്നും കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ ഖബറിനെ കേൾക്കുമ്പോ, ഈ ഖബറിനെ പറ്റി മാത്രം പറയുമ്പോ ഉസ്മാൻ താങ്കൾ എന്തുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു താടികളെല്ലാം നനഞ്ഞ് അതിൽ നിന്ന് കണ്ണീരിറ്റുന്ന രൂപത്തിൽ അത്രയും സങ്കടത്തോടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. ആ ചോദ്യം കേട്ട സമയം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം പറയുകയാണ്, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായി കൊണ്ട് എത്തപ്പെടാനുള്ള ഒരു ഭവനം, ഞാൻ ആദ്യമായി എത്തപ്പെടേണ്ടുന്ന ഒരു ഇടം അത് ഈ ഖബർ ലോകമാണ്. ഈ ഖബർ ലോകത്തെ ആ പരീക്ഷണങ്ങളിൽ നിന്ന് ഞാനെങ്ങാനും പരാജയപ്പെട്ടാൽ, ആ ഖബർ ലോകത്ത് ഞാനെങ്ങാനും പരാജയപ്പെട്ടാൽ അള്ളാഹുവിന്റെ തൃപ്തിയില്ലാത്തവനായിക്കൊണ്ടാണ് ഈ ഭവനത്തിലേക്ക്, ഖബറിലേക്ക് ഞാൻ എത്തപ്പെടുന്നതെങ്കിൽ തുടർന്നുണ്ടാകുന്ന എന്റെ പരലോക ജീവിതം സകലതും തകർന്ന് തരിപ്പണമാകും.
അള്ളാഹു കഠോരമായി കൊണ്ട് എന്നെ ശിക്ഷിക്കും. അത് എന്നെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണിത് ഉസ്മാൻ. ഖബറിനെ കേൾക്കുമ്പോ വല്ലാണ്ട് കരയും. പടച്ചോനെ, ഖബറിന് ഞാൻ രക്ഷപ്പെടുവോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, എന്നിട്ടല്ലേ പരലോകം. അത്രയും അവരെല്ലാം ആ പാരത്രിക ലോകത്തെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. തിരുത്തേണ്ടുന്നത് എന്താണോ അവർ അപ്പപ്പ തിരുത്താൻ അവർ തയ്യാറായിരുന്നു. ഏതെല്ലാം നന്മകളിലാണോ അവർ മുന്നിട്ട് വരാൻ കഴിഞ്ഞിരുന്നത് അതെല്ലാം അവർ കഴിയുന്നതും ചെയ്തിരുന്നു. റമദാനൊക്കെ അവസാനമായി കഴിഞ്ഞ സഹാബിമാരിങ്ങനെ കരയുമായിരുന്നു. അവരിങ്ങനെ കരയുമായിരുന്നു, പടച്ചോനെ തീർന്നു പോവാണല്ലോ. അള്ളാഹു ഈ റമദാൻ ഇനി മറ്റൊരവസരം, മറ്റൊരു വർഷത്തിലേക്ക് ഞങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. ആ റമദാൻ ഇങ്ങനെ തീർന്നു പോകുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാർ ഇങ്ങനെ കരയുമായിരുന്നു, പടച്ചോനെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല, നന്മകളെല്ലാം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. അവരെല്ലാം ഭയപ്പെടുത്തുന്നത്, പേടിപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള ചിന്തകളാണ്. നമ്മളെ ഭയപ്പെടുത്തുന്നത് നമ്മുടെ കച്ചവടത്തിന് നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ്. നമ്മളെ വല്ലാതെ ടെൻഷനാക്കുന്നത് അടുത്ത മാസം നമുക്ക് എത്ര ലാഭം അല്ലെങ്കിൽ എത്ര നഷ്ടം, ഇതൊക്കെയാണ് നമ്മുടെ ചിന്തകൾ. സഹാബിമാരുടെയും നമ്മുടെ എല്ലാം ചിന്തകളുടെ വ്യത്യാസം അങ്ങനെയൊക്കെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറാളികളെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖബറിൽ സംഭവിക്കുന്ന 2 കാര്യങ്ങൾ. അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ചുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ നാളെ ഖബർ ലോകത്തെത്തുന്ന സമയത്ത് ആ ഖബർ ലോകത്ത് അവന് സ്വർഗം കാണാനുള്ള ഒരു ഭാഗ്യം ലഭിക്കും. ആ ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ അവന് പ്രവേശിക്കുവാനുള്ള ആ മഹനീയമായിട്ടുള്ള സ്വർഗീയ ആ ലോകം ഖബറിലുള്ള ആളുകൾക്ക്, നന്മ ചെയ്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എടാ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗത്തിലേക്കാണ് ഇനി നിങ്ങൾക്ക് പോകാനുള്ളത് എന്നുള്ള ആ സന്തോഷ വാർത്ത അവനിങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. ആ സന്തോഷം, ആ സ്വർഗം ഇങ്ങനെ കണ്ടിട്ട് അവനിങ്ങനെ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നുറങ്ങും. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുമാരൻ കിടന്നുറങ്ങുന്നത് പോലെ അവനിങ്ങനെ കാത്തിരിക്കുകയാണ്, എന്റെ മുമ്പിൽ കാണുന്ന സ്വർഗം, ആ സ്വർഗത്തിലേക്ക് എത്രയും പെട്ടെന്ന് പ്രവേശിക്കാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ പ്രാർത്ഥനയും തേട്ടവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിനോട് ആ മനുഷ്യൻ ഇങ്ങനെ തേടും, അള്ളാഹുവേ, ഖിയാമത്ത് നാളിനെ നീ എത്രയും പെട്ടെന്ന് അടുപ്പിച്ചു തരണമേ അല്ലാ. ഖിയാമത്ത് നാളിനെ നീ എന്ന് പെട്ടെന്ന് അടുപ്പിക്ക്. എന്റെ മുമ്പിൽ കാണുന്ന സ്വർഗത്തിലേക്കൊന്ന് പോകാനാണല്ല, ഒന്ന് വേഗം നീ ഖിയാമത്തിനെ കൊണ്ടുവാ അല്ലാ. അതേസമയം അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, തോന്നിവാസിയായി അള്ളാഹുവിന്റെ കോപം ലഭിച്ച, അള്ളാഹുവിനെ അനുസരിക്കാത്ത തെമ്മാടിയായിട്ടുള്ള മനുഷ്യനും ഖബറിൽ ഇങ്ങനെ അവന്റെ ചില അനുഭവങ്ങളെയും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരുന്നുണ്ട്. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടതകൾ, വേദനകൾ അങ്ങനെ പ്രയാസങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രവേശിക്കുവാനുള്ള നരകത്തിലെ ഒരു ഭവനം, നരകത്തിലുള്ള ആ കാഴ്ചകൾ ആ ഖബറിൽ അവനിങ്ങനെ കാണിച്ചു കൊടുക്കും. പ്രയാസങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ ഖബറിലെ പ്രതിസന്ധികൾ, ഈ ഖബറിലെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ, ശിക്ഷകൾ പടച്ചവനെ എനിക്ക് താങ്ങുന്നില്ല അല്ലാ. എന്റെ പടച്ചവനെ, ഇവിടെയുള്ള ശിക്ഷകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എനിക്കൊട്ടും സഹിക്കാൻ കഴിയുന്നതല്ല അല്ലാ. പടച്ചവനെ, എന്റെ മുമ്പിൽ കാണുന്ന ഈ നരകം എത്രയോ മടങ്ങ് കഠിനമാണ്, എത്രയോ മടങ്ങ് വേദനാജനകമാണ്, എത്രയോ സഹിക്കവയ്യാത്തതാണ് റബ്ബേ. ആ ആ നരകത്തിലേക്ക് എത്തപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഖിയാമത്ത് നാളിനെ നീ ഒരു കാരണവശാലും അടുപ്പിക്കല്ലേ അല്ലാ എന്ന രൂപത്തിൽ ഖബറിലെ തോന്നിവാസിയായിട്ടുള്ള ആളുകൾ ഇങ്ങനെ അള്ളാഹുവിനോട് യാചിക്കുന്ന, അള്ളാഹുവിനോട് ഇങ്ങനെ തേടുന്ന ഒരവസ്ഥയുണ്ട്. എന്റെ റബ്ബേ, ഈ ഖബറിലെ പ്രയാസങ്ങൾ, ഈ ഖബറിലെ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും താങ്ങുന്നതില്ല. എന്നാൽ എന്റെ മുമ്പിൽ കാണുന്ന ആ കഠിനമായിട്ടുള്ള നരകലോകം,
അവിടെ എത്തി ഈ ശിക്ഷകൾ അനുഭവിക്കുക എന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല അല്ലാഹ്. നീ ഖിയാമത്ത് നാളിലെ ഒരു കാരണവശാലും അടുപ്പിക്കല റബ്ബേ എന്ന് മനുഷ്യരിങ്ങനെ തേടും. കഠിനമായ ഒരു ലോകമാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഖബറ്. ആ ഖബറിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം നമ്മളിൽ ഉണ്ടാകണം. മഹാനായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുകയുണ്ടായി, ഇങ്ങനെ കരയുന്നുണ്ട്. ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയുന്നുണ്ട് സഹാബിമാർക്കിടയിൽ. എന്തിനാണ് ഉമർ താങ്കൾ കരയുന്നത്, എന്തിനാണ്? ഉമർ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഉമറിന് നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലമെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. എനിക്കതൊക്കെ വല്ലാതെ പേടിയാവുന്നുണ്ട്. ഉമറുൽ ഫാറൂഖ്. ആ സഹാബിമാർ ചെയ്തു വെച്ചിട്ടുള്ള മഹനീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് കണ്ടും മനസ്സിലാക്കിയിട്ടും നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രിയമുള്ളവരെ, പാരത്രിക ലോകം, മരണമില്ലാത്തൊരു ലോകം, സ്വർഗക്കാരോടും നരകക്കാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയും, സ്വർഗക്കാരെ ഇനി മരണമില്ല കേട്ടോ, നരകക്കാരെ ഇനി മരണമില്ല കേട്ടോ. പരലോകത്ത് നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ, മനുഷ്യരനുഭവിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ പല ഇടങ്ങളിലായിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകാൻ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ സംഭവത്തെയും അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നു. എങ്ങനെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹിനോട് ഇങ്ങനെ സംസാരിച്ചു വാദിച്ചു ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടം. അള്ളാഹ്, ഞാനത് ചെയ്തിട്ടില്ല പഠിച്ചോനെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ്, എന്റെ വിവരമില്ലായ്മ കൊണ്ട് പറ്റിയതാണ്, അബദ്ധം കൊണ്ട് പറ്റിപ്പോയതല്ല, നീ മാപ്പാക്കണം പഠിച്ചോനെ, നീ പുറത്തു താല്ല എന്ന് അള്ളാഹുവിനോട് ഇങ്ങനെ വാദിച്ചിങ്ങനെ നോക്കുക. എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്താണ് ലക്ഷ്യം? പഠിച്ചവനെ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, എന്റെ വിവരക്കേടുകൾ കൊണ്ട് സംഭവിച്ചു പോയതാണ്, പല ആളുകളാൽ ഞാൻ വഴിപിഴപ്പിക്കപ്പെട്ടതാണ്. പഠിച്ചവനെ, എങ്ങനെയെങ്കിലും എന്റെ കുടുംബാംഗങ്ങളെ എനിക്ക് പകരം തന്നിട്ടെങ്കിലും, എന്റെ പ്രിയപ്പെട്ട മക്കളെ എനിക്ക് പകരം തന്നിട്ടെങ്കിലും, അങ്ങനെ എന്തും തന്നിട്ടാണെങ്കിൽ പോലും എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇങ്ങനെ വാദിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ആ മനുഷ്യന്റെ വായിൽ കണ്ട് സീല് വെക്കും. ആ മനുഷ്യന്റെ വായിൽ കണ്ട് സീല് വെക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം. അവന്റെ കൈകൾ അവൻക്കെതിരെ പറയും. വതശ്ഹദു അർജുലുഹും, അവന്റെ കാലുകൾ അവൻക്കെതിരെ സാക്ഷ്യം പറയും. ബിമാ കാനൂ യക്സിബൂൻ, അവൻ ചെയ്തു വെച്ച ഈ ഭൂമിയിൽ എവിടെ എന്തൊക്കെ എങ്ങനെയൊക്കെ ആരോടൊക്കെ എന്ന് തുടങ്ങിയിട്ടുള്ള സകല വിവരവും അവനെതിരെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ പറയുന്നൊരു ഘട്ടം. കൈകാലുകൾ അവൻ അത്ഭുതപ്പെട്ടു. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കെതിരെ നിങ്ങൾ സാക്ഷ്യം പറഞ്ഞത്? സ്വയം അവയവത്തോട് മനുഷ്യർ ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ അള്ളാഹുവിനോട് ഞാൻ ഇത്രയും എല്ലാം വാദിച്ചു നോക്കിയത്? കഠോരമായിട്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക നിങ്ങളല്ലേ എന്ന രൂപത്തിൽ ഈ മനുഷ്യൻ സ്വയം അവയവത്തോട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്റെ അവയവങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നേ ദിവസം എല്ലാ വസ്തുവിനെ കൊണ്ടും സംസാരിപ്പിച്ച എന്റെ റബ്ബ് ഞങ്ങളെയും സംസാരിപ്പിച്ചു എന്ന്. ഒരു കാരണവശാലും തിന്മ ചെയ്ത തോന്നിവാസിയായിട്ടുള്ള ആളുകൾക്ക് ഒരു രക്ഷയുമില്ലാത്തൊരു ഘട്ടം. അടിമകൾക്കേറെ ആശ്രയമായി കൊണ്ടിരിക്കുന്ന ഒരു സമയം, അള്ളാഹു മാത്രം ഉണ്ടായിരിക്കുന്ന സമയം പാരത്രിക ലോകത്ത്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ എന്തുകൊണ്ടാണ് എന്റെ വിചാരണയെ ലഘുവാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് റസൂലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട ഒരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ആയിഷ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്,
ഒരാളെ എങ്ങാനും അള്ളാഹു ഒന്ന് കൃത്യമായി A to Z അടിമുടി ഒന്ന് പരീക്ഷിച്ച് വിചാരണ ചെയ്താൽ ആയിഷ അവൻ തൊലഞ്ഞു പോകും. ആയിഷ, അള്ളാഹ് എങ്ങാനും ഒരു മനുഷ്യനെ കംപ്ലീറ്റ് ഒന്ന് പരീക്ഷിച്ച് ഒന്ന് വിചാരണ ചെയ്താൽ ഓന് നശിച്ചു, ഓൻ തൊലഞ്ഞു പോകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താണ് ലഘുവായിട്ടുള്ള വിചാരണ? തന്റെ ജീവിത രേഖയൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ വിട്ടയക്കുക എന്നതാണ്. അങ്ങനെയുള്ള ലഘുവായ വിചാരണക്ക് വേണ്ടി നമ്മളും തേടേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂലെ, പാരത്രിക ലോകത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, മനുഷ്യരെല്ലാം നഗ്നമായി കൊണ്ടാണല്ലോ പരലോകത്തേക്ക് കൊണ്ടുവരപ്പെടുക. ആ നഗ്നമായി കൊണ്ടുവരപ്പെടുന്ന സമയത്ത് മനുഷ്യർ മറ്റുള്ള മനുഷ്യരുടെ നഗ്നതയിലേക്ക് നോക്കുകയില്ല റസൂലെ. വസ്ത്രമില്ലാതെ നിൽക്കുമ്പോൾ മറ്റുള്ളവന്റെ നഗ്നതയിലേക്ക് ആളുകൾ നോക്കില്ല റസൂലെ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആയിഷ, അവനൊന്നും നോക്കാൻ കഴിയില്ല ആയിഷ. അവനവനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അവനെ ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, സങ്കടപ്പെടുത്തുന്നുണ്ട്. അവനങ്ങനെ നോക്കാൻ കഴിയില്ല ആയിഷ. പാരത്രിക ലോകത്ത് അള്ളാഹു മാത്രം സഹായിക്കാനുണ്ടാകുന്ന ഒരു സമയം, അള്ളാഹു മാത്രം അഭയമായി നിൽക്കുന്ന സമയം, എന്റെ പ്രിയമുള്ളവരെ, തോന്നിവാസികളായിട്ടുള്ള അക്രമികാരികളായിട്ടുള്ള ആളുകളോട് ചോദിക്കപ്പെടുന്ന ഒരു സമയം, ഒരു സന്ദർഭമുണ്ട്. അലം യഅതികും നദീർ, എടാ ഇന്നേ ദിവസം പരാജയപ്പെടുന്നതിന് മുമ്പ് ഇങ്ങനെ നരകമുണ്ട്, സ്വർഗമുണ്ട്, പരലോകമുണ്ട്, വിചാരണയുണ്ട്, നരകത്തിൽ കഠിനമായ ശിക്ഷയുണ്ട്, സ്വർഗത്തിൽ വളരെയധികം മനോഹരമായിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട് എന്ന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങൾക്ക് താക്കീതുകാരും ആരൊന്നും വന്നില്ലേ? മനുഷ്യര് പറയും, ഖാലൂ ബലാ, ഞങ്ങൾക്ക് വന്നിരുന്നു, പക്ഷേ അതെല്ലാം ഞങ്ങൾ കളവാക്കിയിരുന്നു, അതിനെയെല്ലാം ഞങ്ങൾ കളവാക്കി, അവരെയെല്ലാം കൊച്ചാക്കിക്കൊണ്ട് അവരെയെല്ലാം പരിഹസിച്ച് ഞങ്ങൾ ഉപേക്ഷിച്ചു പോയി എന്ന് അവര് പറയും. വലൗ സമിഅനാ, പടച്ചവനെ അന്നൊന്നും ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ആ പറയുന്ന മനുഷ്യന്മാരുടെ വാക്കുകൾ ഞങ്ങളൊന്ന് അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആ സമയത്ത് വിലപിക്കുന്ന ഒരുപാട് വർത്തമാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ സൂറത്ത് യാസീനിൽ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, എടാ കുരുത്തം കെട്ടവരെ, ഇന്ന ദിവസം നിങ്ങൾ മാറി നിൽക്ക്. അല്ലാഹ് മാത്രം സഹായത്തിനുണ്ടാകുന്ന ഒരു ഘട്ടത്തില് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, എടാ തോന്നിവാസികളെ, നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്ക്. അലം അൽഹദിലേക്കും യാ ബനി ആദം, എത്ര തവണയാണ് നിങ്ങൾക്ക് പിശാചിനെ നിങ്ങൾ പിന്തുടരരുത്, പിശാചിനെ നിങ്ങൾ അനുസരിക്കരുത്, നിങ്ങൾ അള്ളാഹുവിനെ പുറമെ ഒന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പലതവണയായി ആവർത്തിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടു. നിങ്ങൾ എന്തുകൊണ്ട് അന്നൊന്നും കേൾക്കാൻ തയ്യാറില്ല? ഇന്നതാ നിങ്ങൾ വന്നിരിക്കുന്നത് എണ്ണം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഇങ്ങനെ ആട്ടി പറഞ്ഞേക്കുന്ന ഒരു ഘട്ടം. ഇസ്ലൗഹുൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ, നരകത്തിലേക്ക് നിങ്ങൾ കത്തിയമർന്ന് ചാമ്പലാവ് എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സമയം, ഫലൻ നസീദകും ഇല്ലാ അദാബ ഫദൂഖു ഫലൻ നസീദകും ഇല്ലാ അദാബ. നരകത്തിലുള്ള ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില വാക്കുകളുണ്ട്. നരകത്തിൽ ആളുകൾ ഇങ്ങനെ ശിക്ഷകൾ ഇങ്ങനെ കാർന്നുന്ന ഒരു ഘട്ടം, ശിക്ഷകൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടം, പ്രയാസങ്ങളും പ്രതിസന്ധികളും കണ്ണീരും എല്ലാം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് വീണ്ടും പറയും, ഫദൂഖു, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, ഫലൻ നസീദകും ഇല്ലാ അദാബ, എടാ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, ഇന്ന ദിവസം നിങ്ങൾക്ക് ശിക്ഷയില്ലാതെ ഒന്നും ഞാൻ വർദ്ധിപ്പിച്ചു തരികയില്ല. വേദനിച്ചു കിടക്കുന്ന സമയത്ത് വീണ്ടും വേദനിപ്പിക്കുന്ന രൂപം, പല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകക്കാരെ അല്ലാഹു ശിക്ഷിക്കും. ഭക്ഷണം കൊടുത്തുകൊണ്ട് ശിക്ഷിക്കും, ഭക്ഷണം കൊടുക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും. വെള്ളം അങ്ങനെയുള്ള കുടിക്കാൻ കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും, വെള്ളം കൊടുക്കാതെ പരീക്ഷിക്കും, തണുപ്പ് കൊടുത്ത് പരീക്ഷിക്കും, തണുപ്പ് കൊടുക്കാതെ അങ്ങനെ പല രൂപത്തിൽ ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. നരകത്തിലെ ചില ആളുകളുടെ അവസ്ഥകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലാഹുവേ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് റബ്ബേ. നരകത്തിലുള്ള ചില അനുഭവങ്ങൾ, പടച്ചവൻ ഞങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട് അല്ലാഹ്, ഞങ്ങൾക്ക് നീ ഭക്ഷണം താ റബ്ബേ, കുടിക്കാനുള്ള എന്തെങ്കിലും ഞങ്ങൾക്ക് നൽകി റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേക തരം ഒരു ദ്രാവകം ഇങ്ങനെ കൊടന്നു വെക്കപ്പെടുന്ന ഒരു ഘട്ടം, മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു ഭക്ഷണം അല്ലാഹു നരകക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന ഘട്ടം, കണ്ടാൽ കഴിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള, അതാ അവരിങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് അത് കാണുന്നതോടുകൂടി കഴിക്കാനോ കുടിക്കാനോ അവർക്ക് തോന്നുകയില്ല.
എന്നാൽ വിശപ്പും ദാഹവും വല്ലാത്ത രീതിയിൽ കഠിനമായിക്കൊണ്ട് അവരെ പിടിപ്പെടുന്ന സമയത്ത് അതാ അവർക്ക് മുമ്പിൽ കൊടുന്നു വെച്ചിട്ടുള്ള ഭക്ഷണവും ആ ദ്രാവകവും എല്ലാം അവരതാ കുടിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശുദ്ധ ഖുർആനിലൂടെയും പറയുന്നത് അവർ അതാ കുടിക്കുന്ന ഘട്ടത്തില് അവരുടെ ഉള്ളകങ്ങൾ അതിങ്ങനെ കത്തിയമർന്ന് ചാമ്പലായി പോകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതത് കുടിക്കുന്നതോട് കൂടിയിട്ട് ഇറക്കാനും പറ്റൂല, അതത് പുറത്തേക്ക് കളയാനും പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നാനാ ഭാഗത്തു നിന്നും മരിക്കണ പോലെ അവർക്ക് തോന്നുന്ന മരിക്കൂല. മരിക്കാൻ അവരിങ്ങനെ കൊതിക്കുക സമയത്ത്, പടച്ചവനെ ഞങ്ങളെ നീ ഒന്ന് മരിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലാഹുവേ ഞങ്ങളെ നീ ഒന്ന് മരിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലാഹുവേ ഈ നരകത്തിലെ ശിക്ഷ ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ അല്ലാ, ഈ നരകത്തിലെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല അല്ലാ, ഞങ്ങളെ നീ ഒന്ന് മരിപ്പിക്കണേ എന്ന് അള്ളാഹുവിനോട് താഴ്മയോടെ അപേക്ഷിക്കുന്ന മനുഷ്യന്റെ വാക്കുകൾ, ആ നരകക്കാരുടെ വാക്കുകളുണ്ട്. മരിക്കൂല. അങ്ങനെ ഇഞ്ചിഞ്ചായിക്കൊണ്ട് നരകത്തിലെ ആളുകൾ ഇങ്ങനെ ശിക്ഷകൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയാണത്. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ചില അവസ്ഥകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിലായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യന്റെ സംഭവത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പറയുന്നുണ്ട്. മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ ഇന്നും നരകത്തിൽ ബാക്കിയായിരിക്കെ തൗഹീദിന്റെ വക്താവായിട്ടുള്ള ഏറ്റവും അവസാനം ശിക്ഷ കഴിഞ്ഞ് കടന്നു വരുന്ന ഒരു മനുഷ്യന്റെ ചില സംഭവത്തെയും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും അവസാനം ഒടുവിൽ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കരിങ്കട്ടയായിക്കൊണ്ട് നരകത്തിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരുതരം വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ അവന്റെ കരിങ്കട്ട എല്ലാം അങ്ങോട്ട് മാറിപ്പോകും. ആ മനുഷ്യനോട് അല്ലാഹു പറയും, എടാ എനിക്ക് ഈ സ്വർഗത്തിലുള്ളത് 7 രാജാക്കന്മാരുടെയും അത്രയും അനുഗ്രഹങ്ങളാണ് ഈ സ്വർഗത്തിൽ ഏറ്റവും ഒടുവിൽ കിടക്കുന്ന നിനക്കുള്ളത് എന്ന്. ആ മനുഷ്യൻ അല്ലാഹു പറയുന്ന വാക്ക് കേട്ടിട്ട് അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാ നീ എന്നെ കളിയാക്കുകയാണോ? നരകം കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ കിടക്കുന്ന പ്രവേശിക്കുന്ന മനുഷ്യനായിട്ടുള്ള എനിക്ക് ഭൂമിയിൽ 7 രാജാക്കന്മാരുടെയും അത്രയും അനുഗ്രഹങ്ങളാണോ അല്ലാ? നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പ്രവാചകൻ പറയുന്നുണ്ട്, ആ മനുഷ്യന്റെ ചോദ്യം കേട്ടിട്ട് അല്ലാഹു ഒന്ന് പുഞ്ചിരിച്ചു എന്ന്, അല്ലാഹു ഒന്ന് ചിരിച്ചു എന്ന്. ആ കളിയാക്കുകയാണോ അല്ലാ, നീ എന്നെ കളിയാക്കുകയാണെന്ന് ചോദിച്ചത്. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ പ്രയാസങ്ങള്, നമ്മുടെ ഒരുപാട് ത്യാഗങ്ങൾ, നമ്മുടെ ഒരുപാട് പരിശ്രമങ്ങൾ ആ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിശപ്പ് സഹിച്ചിട്ട് നോമ്പനുഷ്ഠിക്കുന്നത്. ആ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സമ്പത്തിനോട് ഇഷ്ടമുണ്ടായിട്ടും ആളുകൾ നമ്മളെ സഹായിക്കുന്നത്. പല പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരമാവധി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വർഗ്ഗക്കാർക്ക് ഓരോരുത്തർക്കും അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങൾ നൽകി ആ സ്വർഗ്ഗക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, എടാ ഇനി നിങ്ങൾക്ക് വല്ല അനുഗ്രഹങ്ങളും ആവശ്യമുണ്ടോ? വല്ലതും നിങ്ങൾക്ക് ഇനി വേണോ? വല്ലതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ നൽകാൻ തയ്യാറാണ്. സ്വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ പറയും, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട റബ്ബേ, ഞങ്ങൾക്ക് ഇനി ഒന്നും ആവശ്യമില്ല. എത്ര അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്വർഗത്തിൽ ഒരിടം പോലും അനുഗ്രഹങ്ങളില്ലാതെ ബാക്കിയായി നിൽക്കുന്നില്ല റബ്ബേ. ഞങ്ങളെ നീ സ്വർഗത്തിലാക്കിയില്ല അല്ലാ. ആ നരകത്തിൽ ഇപ്പോഴും ഒരുപാട് ആളുകൾ കത്തി അമർന്നുകൊണ്ടിരിക്കുമ്പോഴും അവരിങ്ങനെ അമർന്ന് കത്തി ഇങ്ങനെ ചാമ്പലായി കൊണ്ടിരിക്കുമ്പോഴും അവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലേ അല്ലാ, ഞങ്ങളെ നീ സ്വർഗത്തിലാക്കിയില്ല അല്ലാ, ഇനി ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്നുള്ള വർത്തമാനം സ്വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ചോദിക്കും, എടാ നിങ്ങൾ ഇത്രയും കാലം ആ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അനുസരിച്ചു, നിങ്ങൾ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് വ്രതം ചെയ്യണമെന്ന് ആ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അനുസരിച്ചു, സമ്പത്തിനോട് ഇഷ്ടമുണ്ടായിട്ടും നിങ്ങൾ സക്കാത്ത് സ്വതക്കകൾ കൊടുക്കണമെന്ന് ആ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അനുസരിച്ചു, ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇസ്ലാമിനെ നിങ്ങൾ നെഞ്ചോട് ചേർക്കണമെന്ന് പഠിപ്പിച്ച ആ പ്രവാചകൻ പഠിപ്പിച്ചു നിങ്ങൾ അനുസരിച്ചു. ഇതെല്ലാം ആ റബ്ബ് പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾ ചെയ്തത്? ആ റബ്ബിനെ നിങ്ങൾക്ക് കാണേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്ത് സ്വർഗ്ഗത്തിലെ ആളുകളോട് ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ട് കൂട്ടരെ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറയുന്നുണ്ട്, ഇന്നകും സതറൗന റബ്ബകും, നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും. ഇന്നകും സതറൗന റബ്ബകും, നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പൂർണ്ണ നിലാവുള്ള ഒരു രാത്രിയിൽ
പൂർണ്ണ നിലാവുള്ള ഒരു രാത്രിയിൽ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, പൂർണ്ണ നിലാവുള്ള ഒരു രാത്രിയില് നിങ്ങൾ പൂർണ്ണ ചന്ദ്രനെ കാണുന്ന ഒരു ഘട്ടം എങ്ങനെയാണോ, അത്ര മനോഹരമാണോ കാഴ്ച എന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും. ഇന്നകും സതറൗന റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ സ്വർഗ്ഗക്കാർക്കിടയിൽ നിന്ന് ഒരു മറയെന്ന് നീങ്ങും. എല്ലാ ആളുകളും അല്ലാഹുവിലേക്ക് ഞാൻ നോക്കും, അല്ലാഹുവിന്റെ മുഖത്തെ ഇങ്ങനെ കാണും. ചില ദിവസം ചില ആളുകളുടെ മുഖം അന്ന് പ്രസന്നമായിരിക്കും, സ്വർഗ്ഗക്കാരുടെ മുഖം അന്ന് പ്രസന്നമായിരിക്കും. എല്ലാവരും അല്ലാഹുവിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഘട്ടം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആളുകൾ ഇങ്ങനെ അല്ലാഹുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സ്വർഗത്തിലുള്ള സകല സുഖ സൗകര്യങ്ങളെയും അനുഗ്രഹങ്ങളെയും എല്ലാം മനുഷ്യരൊന്നും മറന്നു കളഞ്ഞ് അല്ലാഹുവിലേക്ക് ഇങ്ങനെ നോക്കും. നമ്മുടെ കൂട്ടുകാര്, കുടുംബക്കാര്, മക്കള്, പ്രിയപ്പെട്ടവര് അവരോടൊന്നിച്ച് എടാ നോക്കടാ അല്ലാഹുവിനെ നോക്കടാ എന്നൊക്കെ പറയാൻ കിട്ടുന്ന ഒരു അവസരം നമ്മളൊന്ന് ആലോചിക്കും. മരണമില്ലാത്തൊരു ലോകം, ഇനി രണ്ടാമതൊരു മരണമില്ലാത്തൊരു ലോകം, എല്ലാവരും രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ഇങ്ങനെ കാലാകാലം ജീവിച്ച് റബ്ബിനേക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു അവസരം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ശ്രമങ്ങളെല്ലാം. ആ നരകത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ കഠിനമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ കഠിനമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു നേട്ടത്തിന് വേണ്ടി അല്ലാഹുവിനെ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇനിയും നമ്മൾ വൈകിയിട്ടില്ല. ഇനിയും നമ്മൾ പാപമോചനം തേടിയിട്ടില്ല എങ്കിൽ സമയം ഇനിയും ബാക്കിയുണ്ട്. ഒരിക്കൽ പോലും അല്ലാഹുവിനോട് കരഞ്ഞു തേടിയിട്ടില്ല എങ്കിൽ ഇനിയും സമയം ബാക്കിയുണ്ട്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിലേക്ക് എത്തപ്പെടാൻ ഇനിയും നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്ന് തീരുമാനിക്കണം. ഇനിയുള്ള ദിവസമെങ്കിലും ഉപയോഗപ്പെടുത്തണം. ഇനിയുള്ള രാത്രികൾ നഷ്ടപ്പെടുത്താത്ത ഉപയോഗപ്പെടുത്തണം. എൻ്റെ പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടാൽ തീർത്തും അത് നമുക്കാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണവും നമുക്കാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഒരു കാരണവശാലും ഇനിയുള്ള ദിനരാത്രങ്ങളെ ഒഴിവാക്കാതെ, നഷ്ടപ്പെടുത്താതെ തീർത്തും ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഫിത്ർ സക്കാത്ത്, ആ ഫിത്ർ സക്കാത്തിൻ്റെ ഓരോ ആളുകളും നമ്മൾ ആരൊക്കെയാണോ ഇന്ന് ജനിച്ചവരാണ് എങ്കിൽ പോലും, അതായത് പെരുന്നാളിൻ്റെ നിസ്കാരത്തിന് മുമ്പ് ജനിച്ചവരാണെങ്കിൽ പോലും ഫിത്ർ സക്കാത്ത് അവർക്ക് നിർബന്ധമാണ്. നിസ്കാരത്തിന് മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ആ ഒരു നന്മയിലും പുണ്യത്തിലും ഒരു കാരണവശാലും നമ്മൾ വിട്ടുപോകരുത്. നോമ്പിൽ ഈ വ്രതാനുഷ്ഠാനത്തിൽ നമുക്ക് പറ്റിപ്പോയിട്ടുള്ള അബദ്ധങ്ങളും പാളിച്ചകളെല്ലാം ആ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി അതെല്ലാം പരിഹരിക്കപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിസ്കാരത്തിന് ശേഷമല്ല കൊടുക്കേണ്ടത്, അതായത് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമല്ല. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് ഫിത്ർ സക്കാത്തിന് ഇനത്തിൽ അത് കൊടുത്താൽ അല്ലെങ്കിൽ പെടുകയില്ല. അത് സാധാരണ ഒരു സദക്ക കൊടുത്തതിൻ്റെ പുണ്യമാണ്, ആ രൂപത്തിലാണ് പരിഗണിക്കപ്പെടുക. ആ നന്മയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. നമ്മുടെ പള്ളിയും ഇത്തരത്തിലുള്ള ഫിത്ർ സക്കാത്തിൻ്റെ കളക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾ കഴിയുന്നവർ, നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾ, പള്ളിയുമായി ബന്ധപ്പെട്ട് കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ 140 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെയുള്ള കമ്മിറ്റിയുമായി ബന്ധപ്പെടാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വെള്ളിയാഴ്ച കളക്ഷൻ നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത്, എന്തെല്ലാമാണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, അത് നിങ്ങൾ പള്ളിക്ക് വേണ്ടി നൽകുക. ഒരു നന്മ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വൃതമാക്കുകയില്ല. ഒന്നും അള്ളാഹു അതിനെ കുറച്ച് കാണുകയില്ല. അള്ളാഹു അതിനെ വളർത്തും. നമ്മൾ നെട്ടിപ്പോകുമാറുള്ള വളർച്ചയിലേക്ക് നമ്മൾ നൽകുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹു നമുക്ക് വളർത്തിത്തരും.
എൻ്റെ പ്രിയമുള്ളവരെ, അതിലും ഇന്നത്തെ കളക്ഷൻ നമ്മുടെ പള്ളിയുടേതാണ്. നിങ്ങളതിലും സജീവമായി പങ്കാളികളാവുക. ഇന്ന് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം IMPയുടെ ഒരു കളക്ഷൻ ഉണ്ടാകും. IMP എന്ന് പറഞ്ഞാൽ ഈ അരക്ക് താഴെയുള്ള നിർദ്ധരായിട്ടുള്ള ക്യാൻസർ രോഗികളെ പോലെയുള്ള മാരകമായിട്ടുള്ള രോഗികൾക്കുള്ള സഹായങ്ങളെല്ലാം നൽകുന്ന ഒരു മേഖലയാണ് ആ ഒരു IMP എന്ന് പറയുന്നത്. കോട്ടക്കലിനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എൻ്റെ നാടാണ്, എൻ്റെ നാടിനടുത്തുള്ള ഒരു പ്രദേശത്തുള്ള സംഗതിയാണത്. എന്താണോ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അരക്ക് താഴെ കിടന്നിട്ടുള്ള, നമുക്കറിയാം ഈ ചില ക്യാൻസർ രോഗികളെല്ലാം ഇനി ചികിത്സയില്ലാതെ ഇനി മരിക്കുന്നത് വരെ അങ്ങനെ കെടുക്കുക എന്നുള്ള പല രോഗങ്ങളുള്ള ആൾക്കാരെ കണ്ടത്. അവർക്ക് ഇനി ചികിത്സിക്കാനും ഇല്ല, ഇനി ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും മരുന്ന് വാങ്ങാനും ഇല്ല. അവർ മരിക്കുന്നത് വരെ ഇനി അല്പം വേദനയിൽ എന്തെങ്കിലും കുറക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് IMPയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആളുകളെല്ലാം ചെയ്തു വെക്കുന്നത്. അത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഇന്ന് മഗ്‌രിബിന് അതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. നിങ്ങൾ അതിൻ്റെ പങ്കാളികളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, പ്രിയമുള്ളവർ, അവരോടൊന്നിച്ച് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകുക. അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. അബദ്ധങ്ങൾ, പോരായ്മകൾ, പാകപ്പിഴവുകൾ. റഹ്മാനായ അല്ലാഹ്, ഞങ്ങൾക്കതെല്ലാം നീ പുറത്തു തരണേ അല്ലാഹ്. ഈ പാപങ്ങൾ ഞങ്ങൾക്ക് നീ അല്ലാതെ വേറെ ആരാണ് റബ്ബേ പുറത്തു തരാനുള്ളത്? ഖബർ ശിക്ഷയിൽ നിന്ന്, നരകത്തിലെ ശിക്ഷയിൽ നിന്ന്, പരലോക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. കടങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, വേദനകൾ ഇങ്ങനെ കടിച്ചു നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പാവങ്ങൾ പടച്ചവൻ ഞങ്ങൾ ചുറ്റുപാടിലുണ്ട്. അവിടെ പ്രയാസങ്ങൾ, കടബാധ്യതകൾ, ദുരിതങ്ങൾ പടച്ചവനെ നീ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് പറയാനും ഞങ്ങളുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കാനും പടച്ചവനെ നീ അല്ലാതെ മറ്റാരാണ് റബ്ബ് ഞങ്ങൾക്കുള്ളത്? റഹ്മാനായ അല്ലാഹ്, മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കണ്ണീരുകളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിന